നമ്മളെ ഇന്നത്തെ താരം ഈ 5 രൂപേൻ്റെ ബൂസ്റ്റാണ്. ഈ 3 പാക്കറ്റ് 5 രൂപേൻ്റെ ബൂസ്റ്റ് വെച്ചിട്ട് നമുക്കൊരു സംഭവം ഉണ്ടാക്കിയാലോ. ഈസി ആയിട്ട് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജാറിൽ നനവൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ, വെള്ളമോ നനവോ ഒന്നും ഉണ്ടാവരുത്. അങ്ങനെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് ഈ മുട്ട 3 അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഫ്രിഡ്ജിലുള്ളതാണെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ നമുക്കൊന്ന് എടുത്ത് പുറത്ത് വെച്ച് തണുപ്പൊക്കെ പോയതിന് ശേഷം അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ മിക്സി ജാറിലേക്ക് മുട്ടയൊക്കെ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ഗ്ലാസ് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ഗ്ലാസ് ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ സാധാ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ഗ്ലാസ് പാലാണ്. അപ്പോൾ അതും കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 2-3 ഏലക്കായ ഇടാം. പിന്നെ വേണ്ടത് നമ്മുടെ താരമായ ബൂസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ 3 പാക്കറ്റ് ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത് ഈസി ആയതുകൊണ്ട് തന്നെ ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയാൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റാണ്. ചെറിയ കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഒരു ബൗൾ എടുക്കാം. കുറച്ച് വലിയൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് മൈദയാണ് വേണ്ടത്. ആ മൈദ ഒന്ന് അരിച്ചെടുക്കാം. 1 ഗ്ലാസ് മൈദയും പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഇത് അരിച്ചെടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ കണ്ടോ കുഞ്ഞു പാത്രം എടുത്തതിനെ കൊണ്ട് പുറത്തൊക്കെ കുറച്ച് പോയി. എന്തായാലും കുഴപ്പമില്ല. അപ്പം അരിച്ചെടുക്കുമ്പം ഇതേപോലത്തെ കട്ടകളൊക്കെ ഉണ്ടാകും. അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. നമുക്കൊരു 2 പ്രാവശ്യമൊക്കെ ഒന്ന് അരിച്ചിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഈ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചീച്ച ഒന്ന് അരിച്ച് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ തന്നെ വേണം മിക്സ് ചെയ്യാൻ. നമ്മളതിൽ ഫോർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ചും കൂടെ വേഗത്തിൽ മിക്സായി കിട്ടും. സ്പൂണ് വെച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം നമ്മൾ ഇളക്കണം എന്ന് മാത്രം. അപ്പോൾ ഇളക്കി വരുമ്പം അതിലുള്ള കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ ബാക്കിയുള്ള മാവും കൂടെ ഇട്ടിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുക്കർ വെക്കാം കേട്ടോ. ഒരു 5-10 മിനിറ്റ് മുമ്പ് തന്നെ നമുക്ക് കുക്കർ ഒന്ന് നല്ല ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടായതിന് ശേഷം നമ്മൾ ഏതിലാണോ ഈ മാവ് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കുറച്ച് നെയ്യോ ഇല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവി വെക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തട്ടിയെടുക്കുക കേട്ടോ. അപ്പം എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളും. അപ്പം അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തട്ടിയെടുക്കാം. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് തട്ടിയാൽ മതി കേട്ടോ. ഞാനിത് ഗ്യാസിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടാണ് തട്ടുന്നത്. ഉമ്മച്ചി കാണാത്തതിനെ കൊണ്ട് നന്നായി. ഇനി നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന കുക്കർ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് കൈ പൊള്ളാണ്ട് വെക്കലാണ് ടാസ്ക്. ചെറുതായിട്ട് തട്ടി എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് ഒരു 30-35 മിനിറ്റോളം വേവിക്കാം. അപ്പോൾ നമ്മളുടെ സംഭവം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കത്തി കൊണ്ട് കുത്തി നോക്കിയപ്പം ഒക്കെ ക്ലീനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ബൂസ്റ്റ് കൊണ്ടായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും.